വാരണമായിരം എന്ന സിനിമ അത് ശരിക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. എന്നാൽ നമ്മൾ കാണുന്നതിലും അപ്പുറം പലതുമാണ് ആ ഒരു സിനിമ. അതൊരു സമയത്തൊരു റൊമാൻസ് ജോൺറയിൽ വരുന്നൊരു സിനിമ മാത്രമല്ല, അതിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇൻസ്പിറേഷണൽ സിനിമ കൂടെയാണ് വാരണമായിരം. ഉദാഹരണത്തിന്, ഈ വാരണമായിരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് നമുക്ക് വാരണമായിരം എന്ന മനോഹരമായ സിനിമയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. സൂര്യ ഡബിൾ റോളിൽ വന്നിട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളെല്ലാം സമ്മാനിച്ച ഒന്നാണ് വാരണമായിരം എന്ന സിനിമ. എന്നാൽ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ വാരണമായിരം എന്ന വാക്കിൻ്റെ അർത്ഥം വിചാരിച്ച് വെച്ചിരുന്നത് 1000 വർഷങ്ങൾ ജീവിക്കണമെന്നായിരുന്നു. ഞാനങ്ങനെ വിചാരിച്ച് വെച്ചിരുന്നത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. എന്നാൽ ആ ഒരു അർത്ഥം വരണമെങ്കിൽ അതിനെ വാരണം ആയിരം എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്താണ് വാരണമായിരം? വാരണമായിരം എന്ന വാക്കിൻ്റെ അർത്ഥം 1000 ആനകളെന്നാണ്. എന്തിന് ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേരിട്ടു? ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായത് സത്യം പറഞ്ഞാൽ മകനായിട്ടുള്ള സൂര്യയല്ല, അതായത് അച്ഛൻ സൂര്യയാണ്, അതായത് കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ മരണശേഷം കൃഷ്ണൻ്റെ വൈഫായിട്ടുള്ള സിമ്രൻ്റെ കഥാപാത്രം മാലിനി പറയുന്നൊരു വരിയുണ്ട്. വാരണമായിരം സൂര്യബലം വന്ന് നാരണ നമ്പി നടക്കിൻട്രാലെன்று. അങ്ങനെ വരുന്ന ഒരു കോട്ട് പറയുന്നുണ്ട് മാലിനി. അപ്പോൾ എന്താണ് അതിനൊരു പ്രാധാന്യം? സത്യം പറഞ്ഞാൽ ഇത് ആ സിനിമയ്ക്ക് മാത്രമല്ല, തമിഴ് സാഹിത്യത്തിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള ഒന്നാണ്. തമിഴ് ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആണ്ടാളെന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. ആണ്ടാളെന്ന് പറയുന്നത് ഒരു വൈഷ്ണവ പോയറ്റും സെയിൻറ്റും ഒക്കെ ആയിരുന്നു. ആണ്ടാൾ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് ആണ്ടാളിന് മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയും പ്രണയവുമായിരുന്നു. ആണ്ടാളിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായും നാരായണനെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. അതായത് നാരായണൻ്റെ പത്നിയായി മാറുക എന്നുള്ളതായിരുന്നു ആണ്ടാളിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ. അത്രത്തോളം ഭക്തിയും പ്രണയവും ഒക്കെ ആയിരുന്നു. ആണ്ടാൾ അങ്ങനെ ഒരുപാട് കവിതകളും പാട്ടുകളും ഒക്കെ രചിച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് നാച്ചിയാർ തിരുമൊഴി. ഈ നാച്ചിയാർ തിരുമൊഴിയിൽ എന്ന് പറയുന്നത് 100-ലേറെ വേഴ്സുകൾ വരുന്ന ഒരു കോമ്പോസിഷനാണ്. അതിലൊരെണ്ണമാണ് വാരണമായിരം എന്ന് പറയുന്നത്. ഈ ഒരു പാട്ടുണ്ടല്ലോ, ഈ നാച്ചിയാർ തിരുമൊഴി എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് വാരണമായിരം. ആ വാരണമായിരം എന്ന് പറയുന്ന കോമ്പോസിഷനിൽ നാച്ചിയാർ കാണുന്നൊരു സ്വപ്നത്തെക്കുറിച്ചാണ്. നാച്ചിയാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആണ്ടാളിൻ്റെ പേരായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു പേരാണ് നാച്ചിയാർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആണ്ടാൾ കാണുന്നൊരു സ്വപ്നത്തെക്കുറിച്ച് ആണ്ടാൾ തൻ്റെ കൂട്ടുകാരിമാരോട് പറയുന്നത് എഴുതി വെച്ചിട്ട്, ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു: 1000 ആനകളുടെ അകമ്പടിയോടുകൂടി സുവർണ കുംഭങ്ങളൊക്കെ ആയിട്ട് നാരായണൻ രാജകീയ പ്രൗഢിയോടുകൂടി നാച്ചിയാരെ വിവാഹം ചെയ്യാൻ വരുന്ന ഒരു സ്വപ്നം കാണുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ടാണ് ആണ്ടാൾ എഴുതി വെച്ചേക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ ആ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ റെഫറൻസ് ആയിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഗൗതം മേനോൻ എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളിക്കാരുടെ എല്ലാ വർക്കുകളിലും ആണ്ടാളിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ അവ എന്നെ ആ പാട്ട് പാടി തുടങ്ങുന്നതിന് മുമ്പേ വെള്ളമടിച്ച് പൂസായിരിക്കുന്ന സൂര്യയുടെ ക്യാരക്ടർ കരഞ്ഞിട്ട് പറയും, അഞ്ചല മച്ച അഞ്ചല ഏ ആണ്ടാളകൾ എന്ന് പറയും. എൻ്റെ ആണ്ടാളാണ് പുള്ളിക്കാരി എന്ന് പറയുന്നുണ്ട്. ആ ആണ്ടാളെന്ന് പറയുന്നത് ആ പ്രണയത്തിൻ്റെ സൂചനയാണ്. കാരണം ആണ്ടാളിന് മഹാവിഷ്ണുവിനോടുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ സൂചനയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഗൗതം മേനോൻ്റെ ഈ സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സൺ എന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ. ആ സിനിമയിൽ ആ ഡാൻസ് ചെയ്യുന്ന ഒരു മ്യൂസിക്, മാർഗഴി തിങ്കളെന്നും പറഞ്ഞിരുന്നൊരു സംഭവം, അതും ആണ്ടാളിൻ്റെ കോമ്പോസിഷനാണ്, ആണ്ടാളിൻ്റെ തിരുപ്പാവയിൽ വരുന്ന. ഇതുപോലെ ഗൗതം മേനോൻ്റെ ഒരുപാട് സിനിമകളിൽ ആണ്ടാളിൻ്റെ റെഫറൻസസ് വരുന്നുണ്ട്. കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ സിനിമയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് മാലിനി തന്നെ പറയുന്നുണ്ട് സിനിമയുടെ ലാസ്റ്റ്. 1000 ആനകളെപ്പോലെ ആണ്ടാളിന് നാച്ചിയാറിനെ വിവാഹം ചെയ്യാൻ വരുന്ന സ്വപ്നം ആണ്ടാൾ കണ്ടു. പക്ഷേ മാലിനിയെ സംബന്ധിച്ചിടത്തോളം 1000 ആനകളുടെ ശക്തിയുമായി വന്ന് തന്നെ വിവാഹം ചെയ്തത് കൃഷ്ണനാണ്. അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന മാലിനിയുടെ ഭർത്താവ്, അയാളെ വിവാഹം ചെയ്തതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ മുഹൂർത്തമെന്ന് തന്നെയാണ് അവിടെ മാലിനി പറയുന്നത്. ഇനി വാരണമായിരം 1000 ആനകളെന്ന് പറയുന്ന റെഫറൻസ് എടുത്തു പറയാനുള്ള കാര്യം എന്തെന്നറിയോ? അത് ഈ സിനിമയിലുള്ള ഓരോ ബന്ധങ്ങൾക്കും ഓരോ എലമെൻറ്റുകൾക്കുമുള്ള പവറാണ്. 1000 ആനകളുടെ ശക്തി. അതിലേറ്റവും കൂടുതൽ മനോഹരമായി പറയേണ്ട ഒന്ന് ഇതിലെ അച്ഛനും മകനും തമ്മിലുള്ള 1000 ആനകളുടെ ശക്തിയുള്ള ബന്ധം തന്നെയാണ്. കാരണം നമ്മൾ പറയും ഇതിൽ സൂര്യ, ഈ ഒരു മകൻ സൂര്യയാണ് ഏറ്റവും മെയിൻ ക്യാരക്ടർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ അച്ഛൻ സൂര്യയാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ മകൻ്റെ പേര് സൂര്യ എന്നും അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നുമാണ്. നമുക്കങ്ങനെ തന്നെ പറയാം, കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്.
അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ വൈഫ് മാലിനിയും കൂടെ പറയുന്നതാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ സിനിമ ഏറ്റവും മനോഹരമാക്കുന്നത് ഇതിലെ റൊമാൻസ് സീനുകളോ റൊമാൻറ്റിക് ജോൺറയിൽ വരുന്ന കാര്യങ്ങളോ അല്ല, ഈ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ്. പല സിനിമകളിലും ഫാദേഴ്സിനെ പോർട്രേ ചെയ്യുന്ന എങ്ങനെയാണ്, അങ്ങനത്തെ ഒരുപാട് ആളുകളെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ അയാളത് പറഞ്ഞു തരും. രണ്ടാമതൊന്നും കൂടെ സംശയത്തിൽ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കും. അപ്പം തന്നെ നമുക്കൊരു ഭയം തോന്നും. എന്ന് വെച്ചാൽ ഒരു വെൽക്കമിങ് ഫീൽ തോന്നത്തില്ല അയാളോട് സംസാരിക്കാനല്ലേ. നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ഈ സിനിമ വാരണമായിരുന്നു എന്ന് പറയുന്ന സിനിമ ഒരു സിനിമയായിട്ട് കാണരുത്. ലൈഫിൽ മനോഹരമായിട്ട് ജീവിക്കാനുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു മാനുവലായിട്ട് എടുക്കുക. അതിലൊന്നാണിത്. നമ്മളെപ്പോഴും ആളുകൾക്ക് പ്രസൻറ്റബിൾ ആയിരിക്കണം. ആളുകൾക്ക് പ്രസൻറ്റബിൾ അല്ല, അപ്രോച്ചബിൾ ആയിരിക്കണം. നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അപ്രോച്ചബിൾ ആയിരിക്കണം. അതിലൊരു വലിയ സക്സസ്സാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും, അയാളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുക. ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയവും അതുപോലെ തന്നെ വളരെ തമാശ നിറഞ്ഞ വിഷയവും തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ സീനുകളും അതിമനോഹരമായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് അല്ലേ. ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ സിനിമയെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വെറൈറ്റി അച്ഛൻ മകൻ സിനിമയാണ് ആനിമൽ. അച്ഛന് വേണ്ടി ഇവ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിൻ്റെ അവസാനം ഈ അച്ഛൻ തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ എന്തിനാണ് ചെയ്ത് കൂട്ടിയെന്ന് അല്ലേ. അതൊരു അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ ഒന്ന് എക്സ്ട്രീം, നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള സങ്കല്പത്തിനും അപ്പുറം പോയൊരു സംഭവമാണ് ആനിമലിലെ പല കാര്യങ്ങളും. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് കൃഷ്ണനും സൂര്യനും തമ്മിലുള്ള ആ ഒരു അച്ഛൻ മകൻ ബന്ധമാണ്. അതുതന്നെയാണ് ഈ സിനിമയെ ലൈവായിട്ട് നിർത്തുന്നത്. അപ്പോൾ അവിടെ ആ ഒരു അച്ഛന്, കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ മക്കളോടുള്ള 1000 ആനകളുടെ ശക്തിയുള്ള ബന്ധം, കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാലിനിയോടുള്ള 1000 ആനകളുടെ ശക്തിയുള്ള ബന്ധം, അതുതന്നെയാണ് ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇനി നമുക്കിതിൽ റൊമാൻസ് എലമെൻറ്റിലോട്ട് വരാം. റൊമാൻസ് എലമെൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ 2 തരം റൊമാൻസ് പോർട്രേ ചെയ്യുന്നുണ്ട്. ഒന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പെട്ടെന്ന് ഇമ്പൾസിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്കും വളരെ മെച്യൂറായിട്ടുള്ളൊരു റിലേഷൻഷിപ്പും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ വർണ്ണിക്കുന്നില്ല, കാരണം നമ്മളത് വർണ്ണിക്കാൻ കഴിവുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഈ ഒരു സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ്. അതായത് സൂര്യയും മേഘ്നയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. നമ്മൾ കുട്ടിക്കാലത്ത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിലെ സെക്കൻഡ് ഹാഫാണ്. എല്ലാവരും സൂര്യയും മേഘനയും ചെറിഷ് ചെയ്തപ്പോൾ ഞാൻ ചെറിഷ് ചെയ്തത് സൂര്യയും പ്രിയയുമാണ്. എല്ലാവരും നെഞ്ചുക്കുൾ പെയ്തിടുവാമഴേ ആ പാട്ട് ചെറിഷ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചെറിഷ് ചെയ്തത് അനുൾമേലെ പനിത്തുള്ളി എന്ന് പറയുന്ന ആ പാട്ട് തന്നെയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും തമ്മിൽ വളരെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. മിക്ക ആളുകൾക്കും ഈ വാരണമായിരുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ ഇഷ്ടം. ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടാനുള്ള കാരണം സൂര്യ അയാളുടെ വിക്ടിം മെൻറ്റാലിറ്റിയിൽ വീണു കൊടുക്കുന്നത് നമ്മളങ്ങ് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എന്താണ്, വിക്ടിം മെൻറ്റാലിറ്റിയിൽ എന്നെ പെട്ടൊന്നും പറ്റത്തില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതൊക്കെ പറ്റിപ്പോയി, ഇതൊക്കെ ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു മൂലയിരിക്കുന്നത് നല്ല എളുപ്പമാണ്. അതൊന്നും എണീച്ച് വരാൻ കുറച്ച് പാടാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകണം നമ്മൾ. കാരണം അവിടെ ഇരിക്കാൻ തുടങ്ങി അങ്ങ് ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തോ ചെയ്യണം, വെളിവും വിവരമുള്ള ആളുകളോട് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ പൂർണ്ണമായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. ആ വിഷമങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എക്സ്പീരിയൻസ് ചെയ്യില്ല, വിഷമങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ആളുകളുടെ ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പ് ചോദിക്കണം. ഇതിനെയൊക്കെ കാട്ടിയും പുറമേ ചടഞ്ഞുകൂടി വിഷമിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഓരോ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഇൻവെസ്റ്റ് ചെയ്യണം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കണം, ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവാൻ നോക്കണം. അതിലേക്ക് ഞാൻ വരാം. അതിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിനിമയിലെ. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ സൂര്യയുടെ ലൈഫിലോട്ട് സൂര്യയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത് സൂര്യയുടെ അച്ഛനും പിന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുണ്ടല്ലോ, അവർ രണ്ടുപേരുമായിട്ടുള്ള സൂര്യയുടെ സംഭാഷണത്തിൽ സൂര്യയ്ക്ക് കുറച്ച് ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സൂര്യയുടെ അച്ഛൻ പറയുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കോട്ടുണ്ട്. നിൻ്റെ മനസ്സിലെ നെഗറ്റീവ് എനർജി എല്ലാത്തിനെയും പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റാനായിട്ട് സൂര്യയുടെ അച്ഛൻ പറയുന്നുണ്ട്. അതെന്താ ഉദ്ദേശം എന്നറിയോ? നെഗറ്റീവായിട്ടുള്ള ഇമോഷനിലോട്ടും വിഷമത്തിലോട്ടും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരമായിട്ട് ആ ശ്രദ്ധ അവിടെയിൽ നിന്ന് ആ ദേഷ്യം, ആ വിഷമം ഇതെല്ലാം മറക്കാനായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റി വേറെ നിങ്ങൾക്ക് ഫേവറബിളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യുക, വിഷമത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു അക്കംപ്ലിഷ്മെൻ്റ് ഉണ്ടല്ലോ, എന്തൊക്കെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നെന്നുള്ള സന്തോഷം, ആ സന്തോഷത്തിൻ്റെ കിക്ക്,
നല്ലൊരു കിക്കാണ് കേട്ടോ. ആ ഒരു കിക്ക് ഈ വിഷമത്തെ പതുക്കെ 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 നിങ്ങളെ മറക്കാൻ സഹായിക്കും. അത് ഈ സിനിമയിൽ അതിമനോഹരമായിട്ട് JBM കാണിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ സൂര്യയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് നീ യാത്ര പോ, എങ്ങോട്ട് വേണമാലും പോ, പക്ഷെ തിരിച്ചിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ വരണം. അതാ അച്ഛനും അമ്മയും മകന് കൊടുക്കുന്ന ആ ഒരു വിശ്വാസമാണ്. അച്ഛനും അമ്മയും ആ മകനിൽ കൊടുത്ത വിശ്വാസം, ആ ട്രസ്റ്റ്, ആ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും അവൻ തെറ്റായ മാർഗത്തിലേക്ക് പോവാതാകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ സൂര്യയുടെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടാകും. തന്നെ സഹായിച്ച ഒരാളെ തിരിച്ച് സഹായിക്കണമെന്നൊരു ചിന്ത വരികയും തൻ്റെ കഴിവുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഉപയോഗം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ചിന്തയെല്ലാം സൂര്യയ്ക്ക് വരുന്നുണ്ട്. അത് സൂര്യയുടെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അത് സിനിമ കണ്ടവർക്കറിയാം, അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ സൂര്യ ഒരു സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സൂര്യ പിന്നീട് സൂര്യ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും മേഘന എന്നെ വിട്ടു പോയ വേദന ഇപ്പോഴും എന്നിലുണ്ട്. ആ വേദന മറക്കാനായിട്ടാണ് ഞാൻ ജിമ്മിലോട്ട് പോയത്. ഇപ്പോൾ ജിമ്മിൽ ഒരാൾ പോകുമ്പോഴത്തേക്കും എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്? ജിമ്മിൽ പോയാൽ മൈൻഡ് ശരിയാവും. ഇത് ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു ഡയലോഗല്ലേ. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങുന്നത് വരെ, ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷം എൻ്റെ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ പിടിച്ചു കുലുക്കിയിരുന്ന പല അനാവശ്യ മെമ്മറികളെയും എനിക്ക് എടുത്തെറിയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നല്ലതുപോലെ മാറും. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കൂടും. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? നമുക്ക് ഈ വിഷമം വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് എന്താ ചെയ്യുന്നത്? ഈ വിഷമം കൂട്ടാനായിട്ടുള്ള മെമ്മറീസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും. ആ മെമ്മറീസ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കും. വിഷമം കൂടും, ആ മൂലയിൽ തന്നെ ഇരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ വിഷമം വരുന്ന സർക്കംസ്റ്റാൻസസിനെ കുറിച്ചും വിഷമം വരുന്ന ചിന്തകളെക്കുറിച്ചും ചിന്തിക്കുന്നതിന് പകരം ആ ചിന്തയെ, ആ ഫോക്കസിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ടോ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കുന്നതിലോട്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ജിം എങ്ങനെ ഉപയോഗപ്പെടും, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ ഉപയോഗപ്പെടും പറഞ്ഞുതരാം. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചോ. ഡെഡ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്നാലും ഒളിയാ അതെനിക്ക് സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധ മാറുമ്പോണ്ടല്ലോ സാധനം വന്ന് കാലി വീഴും. കാലി വീണാൽ എന്താണ് അവസ്ഥ? അത് നമ്മുടെ ബ്രെയിൻ അറിയാം. അതുകൊണ്ട് 100% നമ്മൾ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡമ്പൽ എടുത്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമം വരുന്ന ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ എന്ത് പറ്റും? ഇതിലെ ശ്രദ്ധ കുറയുമ്പോൾ ഡമ്പൽ വന്ന് വീണ്ടും കാലിൽ കൂടെ വീഴും. അപ്പോൾ അത് വീഴാതിരിക്കാനായിട്ട് 100% നമ്മുടെ ബ്രെയിൻ ആ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്യും. അങ്ങനെ അത്രയും നേരവും നമ്മൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഫോക്കസും അതിലേക്ക് തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ വിഷമമുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടാണ്ടാവും. അത്രയും നേരം നിങ്ങൾ ചിന്തിക്കത്തില്ല. അങ്ങനെയൊക്കെ വന്നാൽ എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോക്കസ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ജിമ്മെന്ന് പറയുമ്പോൾ ജിമ്മ് മാത്രമല്ല, വേറെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ വിഷമം വന്നിരിക്കുന്നു, അവിടെ തന്നെ ഇരിക്കുന്നതിന് പകരം ഒരു പുതിയ കാര്യം പഠിക്കാം. ഡാൻസ് പഠിക്കാം, നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ. എന്തെല്ലാം ഡാൻസ് ഉണ്ട്, കഥക്, കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഒഡീസി, കഥകളി, അങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പഠിക്കുക. ഇതുപോലെ മറ്റ് കലാരൂപങ്ങൾ പഠിക്കാം. പാട്ട് പാടുക, പെയിൻറ്റ് ചെയ്യുക, പടം വരയ്ക്കുക. ഇപ്പം ഞാൻ എൻ്റെ മൈൻഡ് ക്ലിയർ ചെയ്യാനായിട്ട് ചെയ്യുന്നത് പടം വരയ്ക്കാറാണ്, പെയിൻറ്റ് ചെയ്യാറാണ് പതിവ്. ഈ പെയിൻറ്റ് ചെയ്യുന്ന അത്ര സമയം എൻ്റെ ശ്രദ്ധ ഇതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് എൻ്റെ ചിന്തകൾ വേറെ സ്ഥലത്തോട്ട് പോകത്തില്ല. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷമം വരുന്ന സമയത്ത് പെയിൻറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പെയിൻറ്റിങ്ങിലേക്ക് പോകും. അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ഉണ്ട്, എന്തെല്ലാം മാർഷൽ ആർട്സ് ഉണ്ട്, കുങ്ഫു, കരാട്ടെ, ജൂഡോ, നമ്മുടെ സ്വന്തം കളരിപ്പയറ്റ്. ഈ കളരിപ്പയറ്റൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്പിരിച്വലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബോഡി ഒന്ന് ടോൺ ചെയ്തതിന് ശേഷം എനിക്ക് കളരി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇത് തന്നെയാണ് സൂര്യ ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതും, ഗൗതം മേനോൻ തൻ്റെ ഹീറോ ആയിട്ടുള്ള സൂര്യയിലൂടെ കാണിച്ചു തരുന്നതും. കാരണം സൂര്യ തൻ്റെ ലൈഫിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തനിക്കായിട്ട് പറഞ്ഞേക്കുന്ന അവൾ അനുൾമേലെ പനിത്തുള്ളി, അതായത് കനലിലുമേലൊരു വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോൾ കിട്ടുന്ന ആ ഒരു റിലീഫ് പോലെ അവൾ അവൻ്റെ ലൈഫിലേക്ക് വീണ്ടും റീഎൻട്രി ചെയ്യാണ്. ആര്? പ്രിയ. ഒരു മനോഹരമായിട്ടുള്ള ഷോട്ടുണ്ട് ആ സിനിമയിൽ. താഴെ നിന്നുകൊണ്ട് ആ പാട്ടിൽ പ്രിയ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൂമിൽ കതകടച്ച് കിടന്ന സൂര്യ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സൂര്യ ഇങ്ങനെ നടന്നു വരും. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഗൗതം മേനോൻ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം സൂര്യയുടെ ലൈഫിലോട്ട്, സൂര്യ പഴയ പെയിനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ, സൂര്യ തൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ പ്രിയ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് സൂര്യക്ക് എത്താൻ പറ്റുമായിരുന്നു?
ഇല്ല. അതുകൊണ്ട് എപ്പോൾ ഒരു ദുഃഖം ഉണ്ടായാലും ആലോചിച്ചുകൊള്ളുക, ആ ദുഃഖവും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കാനായിട്ടാണ് തീരുമാനമെങ്കിൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അവിടെ നിന്ന് എണീച്ച് മുന്നോട്ട് പോകാൻ നോക്കിയാൽ ഇതുപോലെ ഒരുപാട് സന്തോഷങ്ങൾ വരുമെന്ന് ഈ സിനിമയിലെ ഈ സീനുകളിൽ കൂടെ ഗൗതം മേനോൻ നമുക്ക് വിളിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സിനിമയിലെ ഈ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ കൂടുതൽ എടുത്തു പറഞ്ഞത്. കാരണം പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. എന്നാൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഈ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ജീവിതം നശിച്ചു എന്ന് വിചാരിച്ചിരുന്ന സൂര്യ അവിടെ നിന്ന് മേജർ കെ സൂര്യയിലേക്ക് വരികയായി. ബാക്കി പിന്നെ കഥ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വാരണമായിരത്തിൻ്റെ ചില മെയിൻ എലമെൻറ്റുകളാണ്. അച്ഛൻ മകൻ ബന്ധം, അതുപോലെ ഈ ഒരു മോട്ടിവേഷൻ. ഇനി അടുത്തത് സൂര്യയുടെയും പ്രിയയുടെയും റിലേഷൻഷിപ്പ്. പ്രിയ അവിടെ അത്രയും കാലം ഉണ്ടായിരുന്നു. സൂര്യയുടെ മനസ്സിലെ വിഷമങ്ങളും ഇമ്പൾസീവായിട്ടുള്ള സൂര്യയുടെ പെരുമാറ്റവും പ്രിയയെ കാണാനായിട്ട് സൂര്യ സമ്മതിച്ചിട്ടില്ല. എന്നാൽ അത് പതുക്കെ പതുക്കെ തൻ്റെ ലൈഫിനെ സൂര്യ ഒന്ന് ബെറ്റർ ആക്കി തുടങ്ങിയപ്പോഴാണ് സൂര്യ പ്രിയയെ തിരിച്ചറിഞ്ഞത്. അത് പ്രിയയെ തിരിച്ചറിയാൻ വേണ്ടിയാണോ സൂര്യ ചെയ്തത്? അല്ല, സൂര്യയുടെ ലൈഫിനെ ബെറ്റർ ആക്കണം എന്നൊരു ചിന്ത സൂര്യയ്ക്ക് വന്നു. എങ്ങനെ? ഐ വാണ്ട് ടു സെറ്റ് ആൻ എക്സാമ്പിൾ എന്ന് സൂര്യ പറയുന്നുണ്ട്. അയാളുടെ ലൈഫ് വെച്ച് നമ്മുടെ മുമ്പ് അയാളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വിഷമം വന്നാൽ വിഷമിച്ചിരിക്കുകയല്ല, അതൊന്ന് എണീച്ച് മുന്നോട്ട് പോകണം എന്നുള്ള എക്സാമ്പിൾ സൂര്യ സെറ്റ് ചെയ്യാനായിട്ടാണ് അയാൾ ആംഡ് ഫോഴ്സസിലോട്ട് പോകുന്നതൊക്കെ ആയിട്ട് സിനിമയിൽ കാണിക്കുന്നത്. ഇതിൽ ഓരോ ഡയലോഗുകൾക്കും ഓരോ എലമെൻറ്റുകൾക്കും ഗൗതം മേനോൻ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ചില സീനുകളിൽ നിന്നും ഡയലോഗ്സ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒന്നുകൂടെ പോയി വാരണമായിരം കാണുക. വാരണമായിരം എന്ന് പറയുന്ന സിനിമ ഒരു മോട്ടിവേഷണൽ സിനിമയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി നമുക്ക് ഈ സിനിമയെ പുരാണമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതായത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇത്, എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് എടുത്തോ. കാരണം എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാ റൊമാൻസ് ഫിലിമുകളും റൊമാൻസ് കഥകളും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ശിവപാർവതിമാരുടെ ലവ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഒരു റൊമാൻസ് കഥ ഞാൻ വായിച്ചാലും എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിരിക്കും. പക്ഷേ വാരണമായിരം എന്ന് പറയുന്ന സിനിമയിൽ ശിവപാർവതി ലവ് സ്റ്റോറി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ്. ഞാൻ ആദ്യമേ പറയാം. വാരണമായിരത്തിൽ സൂര്യയ്ക്ക് ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നുണ്ട് മേഘനയുമായിട്ട്, അല്ലേ? അത് പെട്ടെന്നുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്നുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. അതുപോലെ തന്നെ മഹാദേവൻ ആദ്യം സതീദേവിയെ വിവാഹം ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിവാഹത്തിൽ ഒരുപാട് ശിവപുരാണത്തിൽ ആ വിവാഹത്തിൽ ഒരുപാട് ദുർനിമിത്തങ്ങളൊക്കെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ആ ഒരു വിവാഹം നടക്കുന്നുണ്ട്. പ്രണയിച്ച് നടന്ന അത്ര സമയവും സൂര്യയുടെയും മേഘനയുടെയും ലൈഫ് അടിപൊളി തന്നെയായിരുന്നു. അതുപോലെ തന്നെ സതീദേവിയുടെയും മഹാദേവൻ്റെയും പ്രണയം നിറഞ്ഞ സമയങ്ങളെല്ലാം വളരെ മനോഹരം തന്നെയായിരുന്നു. എന്നാൽ മേഘന ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് മേഘന മരിക്കുന്നുണ്ട്. അതുപോലെ സതീദേവിക്കും ജീവൻ നഷ്ടപ്പെട്ട് മഹാദേവനിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. ഇനി സിനിമയിലോട്ട് വന്നോ. സിനിമയിൽ വരുമ്പോഴത്തേക്കും മേഘന പോയതിനു ശേഷം സൂര്യ എന്താ ചെയ്യുന്നത്? സൂര്യ വിഷമിച്ച് കരഞ്ഞ് കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് പോയി നശിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സതീദേവി വിട്ടുപോയതിനു ശേഷം മഹാദേവൻ എന്താ ചെയ്തേ? സതീദേവി പോയതിൻ്റെ പുറത്ത് ദേഷ്യം വന്ന് ആദ്യം റിവെഞ്ച് എടുക്കുന്നുണ്ട്. റിവെഞ്ച് എടുത്തതിന് ശേഷം ദേവിയുടെ ചലനമറ്റ ശരീരവും എടുത്ത് ലോകം മുഴുവനും മഹാദേവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നീട് താൻ ആരാണെന്ന് പോലും മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഭഗവാൻ പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് പലതിലും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചാണ് മഹാദേവൻ നടന്നത്, അല്ലേ? ഇനി സിനിമയിലോട്ട് വന്നു. സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും സൂര്യ എന്താ ചെയ്യുന്നത്? തൻ്റെ ലൈഫിൽ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് പോയതിന് ശേഷം തൻ്റെ ലൈഫിൽ പതുക്കെ സൂര്യ മുന്നോട്ട് കയറി വരാൻ ശ്രമിക്കുമ്പോൾ സൂര്യ തൻ്റെ ഓരോ പഴയ മെമ്മറീസിനെയും മനസ്സിൽ സെറ്റിൽ ചെയ്യുന്നു. മേഘനയുമായിട്ടുള്ള വിഷമം മാറാനായിട്ട് സൂര്യ ജിമ്മിലേക്ക് പോകുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, തൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കാൻ നോക്കുന്നു, അല്ലേ? ഇനി മഹാദേവനിലേക്ക് വരുമ്പോഴത്തേക്കും മഹാദേവനെ വിഷമിച്ച് അലഞ്ഞു തിരിഞ്ഞു നടന്ന കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം ദേവിയുടെ ശക്തിപീഠങ്ങൾ സ്ഥാപിക്കുന്നു. എന്നിട്ട് പൂർണ്ണമായും വൈരാഗിയായി ധ്യാനത്തിലേക്ക് പോകുന്നു. നമ്മൾ സീരിയലിൽ കണ്ടതുപോലെ ഒരു സ്ഥലത്തിരുന്നല്ല അദ്ദേഹം ധ്യാനം ചെയ്തത്. ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാണ് ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു യാത്രയും വരുന്നുണ്ട്. മഹാദേവൻ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ധ്യാനം ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് വർഷങ്ങൾ അവിടെ ധ്യാനം ചെയ്യും. പിന്നെ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയിട്ട് വർഷങ്ങൾ ധ്യാനം ചെയ്യും. അങ്ങനെയായിരുന്നു. ഇനി ഇവിടെ തിരിച്ച് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും സൂര്യ തൻ്റെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ വരുന്നു പ്രിയ. അതുപോലെ മഹാദേവൻ തൻ്റെ ലൈഫിൽ ഇനി ഒന്നും വേണ്ടാന്നും പറഞ്ഞ് ധ്യാനത്തിൽ മുഴുകിക്കൊണ്ടിരുന്ന സമയത്ത് വരുന്നു ശ്രീപാർവതി ദേവി.
ഏറ്റവും മനോഹരമായിട്ടൊരു ലവ് സ്റ്റോറിയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. ശ്രീപാർവതി ദേവി വരുന്നു. ഇവിടെ സിനിമയിൽ സൂര്യ തൻ്റെ ദൗത്യങ്ങളിലേക്കും തൻ്റെ ലക്ഷ്യങ്ങളിലേക്കും പോകുന്നു. ആദ്യം പ്രിയ തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴത്തേക്കും സൂര്യയ്ക്ക് ഭയമായിരുന്നു അങ്ങോട്ട് വീണ്ടും എടുക്കാനായിട്ട്. ഇവിടെ പാർവതി ദേവി മഹാദേവനോട് തൻ്റെ പ്രണയം അറിയിച്ചപ്പോഴത്തേക്കും മഹാദേവൻ അതിന് താല്പര്യം കാണിച്ചില്ല. കാരണം ഭയം തന്നെയാണ്. ആദ്യം ഉണ്ടായ വിഷമം അദ്ദേഹത്തിന് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വയ്യ. ആ ഒരു വിഷമത്തിൻ്റെ ആ ഒരു വിഷമം വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാനായിട്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതെന്ന് പല കഥകൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമയിലോട്ട് പോകുമ്പോൾ സൂര്യ കൂടുതൽ തൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു പോകുന്നു. പ്രിയ സൂര്യയെ വിട്ടുകളയാതെ സൂര്യയുടെ കൂടെ വരുന്നു മെച്യൂറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ. അതുപോലെ മഹാദേവൻ പൂർണ്ണമായും തൻ്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോഴത്തേക്കും ശ്രീപാർവതി ദേവി തപസ് ചെയ്ത് മഹാദേവനെ മെച്യൂറായിട്ടുള്ള രീതിക്ക് സ്വന്തമാക്കുന്നു. സൂര്യയും പ്രിയയും ഹാപ്പിലി എവർ ആഫ്റ്റർ. മഹാദേവനും പാർവതി ദേവി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ പാരലൽ കണക്ഷൻ ഞാനിതിൽ ശ്രദ്ധിച്ചായിരുന്നു. ഇതുകൊണ്ട് ഞാൻ ഈ സിനിമ വീണ്ടും പലതവണ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടെ കണ്ടു നോക്ക്. ഈ പറഞ്ഞൊരു എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞൊരു ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ്. ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടെ കണ്ടു നോക്ക്. നിങ്ങൾക്കിത് തോന്നും, കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. ഇതുപോലെ പല രീതിക്കൊക്കെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കലാസൃഷ്ടിയാണ് വാരണമായിരം എന്ന് പറയുന്ന സിനിമ. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ലൈഫ് ലെസൺസ് ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പുസ്തകമായിട്ടും കാണാം ഈ സിനിമയെ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം സൂര്യയും സൂര്യയുടെ അച്ഛനും തമ്മിലുള്ള ഒരു മനോഹരമായ റിലേഷൻഷിപ്പാണ്. 2 സൂര്യയും പ്രിയയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെൻ്റ് എന്താണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സൂര്യയുടെ ലൈഫ് ബെറ്റർ ആയത് ഇതിൽ സൂര്യയുടെ അച്ഛൻ മാത്രമല്ല, സൂര്യയുടെ വെൽവിഷറായിട്ടുള്ള ഫ്രണ്ട് മാത്രം കാരണമല്ല, സൂര്യയുടെ ലൈഫിലുള്ള 3 സ്ത്രീകൾ കാരണമാണ്. സൂര്യയുടെ അമ്മ, സൂര്യയുടെ സഹോദരി, പ്രിയ. അവർക്ക് 3 പേർക്കും ഭയങ്കര പിവട്ടലായിട്ടുള്ളൊരു റോള് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇതാണ് വാരണമായിരം എന്ന അതിമനോഹരമായിട്ടുള്ള സിനിമ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇതിൽ പറഞ്ഞതെല്ലാം എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസുമാണ്. ഇതല്ലാതെ ഇതിനെക്കാട്ടി മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഇൻ്റർപ്രിട്ടേഷൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ